നമസ്കാരം. ഇറാന്റെ തിരിച്ചടിയിൽ അമേരിക്ക ചാരമാകുന്നു. വാഷിംഗ്ടണിൽ ഇടിച്ചുകയറി ഇറാന്റെ ഡ്രോണുകൾ. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ അധിനിവേശം പരാജയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അറബ് മണ്ണിലെ അമേരിക്കൻ താവളങ്ങളുടെ തകർച്ചയും ഇറാന്റെ തിരിച്ചടിയും ചരിത്രമാകുന്നു. മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന തങ്ങളുടെ അധിനിവേശ തന്ത്രങ്ങൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അമേരിക്ക തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇറാനിലെ തങ്ങളുടെ താല്പര്യങ്ങൾ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുവാൻ സാധിക്കാതെ അമേരിക്ക മിഡിൽ ഈസ്റ്റ് വിടാൻ ഒരുങ്ങുകയാണ് എങ്കിൽ അത് കേവലം ഒരു പിന്മാറ്റമായിരിക്കില്ല, മറിച്ച് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറുമെന്നാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള വാൾസ്ട്രീറ്റ് ജേണൽ വിലയിരുത്തുന്നത്. ചരിത്രപരമായി നോക്കിയാൽ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോഴോ ബാഹ്യശക്തികളാൽ തടയപ്പെടുമ്പോഴോ ഒഴികെയുള്ള എല്ലാ കാലത്തും ഇറാൻ ഈ മേഖലയിൽ തങ്ങളുടെ മേധാവിത്വം നിലനിർത്തിയിട്ടുണ്ട്. പോർച്ചുഗൽ, ഓട്ടോമൻ സാമ്രാജ്യം, ഗ്രേറ്റ് ബ്രിട്ടൻ എന്നിവർക്ക് ശേഷം 1971 മുതൽ അമേരിക്കയാണ് ഈ നിർണായക ജലപാതയിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചത് എങ്കിലും അറബ് രാജ്യങ്ങളുടെ നിലപാടുകളിൽ വരുന്ന മാറ്റം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അടിത്തറ ഇളക്കുകയാണ്. വർഷങ്ങളായി ഗൾഫ് മേഖലയിൽ തങ്ങളുടെ സൈനിക താവളങ്ങൾ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടാണ് അമേരിക്ക അറബ് രാജ്യങ്ങളുടെ രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തങ്ങളുടെ എയർ നാഷണൽ ഗാർഡുകളെയും സിവിൽ എഞ്ചിനീയറിംഗ് സ്ക്വാഡ്രോണുകളെയും വിന്യസിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ എണ്ണ കമ്പനികളെയും മാത്രമല്ല വ്യാപാരപാതകളെയും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ് അമേരിക്ക. ആ ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇത്തരം സൈനിക താവളങ്ങൾ മേഖലയിലെ സമാധാനം തകർക്കുവാനും മറ്റു പരമാധികാര രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനുമാണ് ഉപയോഗിക്കുന്നത് എന്ന വിമർശനം വളരെ ശക്തവും. ഇറാന്റെ മേൽ കടുത്ത ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ചെലുത്തി അവരെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക പദ്ധതികൾ മെനഞ്ഞുവെങ്കിലും ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ പോയത് അമേരിക്കൻ വിദേശ നയത്തിന്റെ പരാജയമായിട്ടാണ് നയതന്ത്ര വിദഗ്ധരടക്കം വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ഇറാൻ വിരുദ്ധ നീക്കങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് ഗൾഫ് മേഖലയിലെ പ്രധാന രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായി നയതന്ത്ര ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒമാൻ, സൗദി അറേബ്യയിൽ നിന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നും എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള വഴിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഇറാനുമായി ചേർന്ന് ഒരു പ്രത്യേക ടോൾ സമ്പ്രദായം ഏർപ്പെടുത്തുവാൻ ഒമാൻ തയ്യാറാകുന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. അപ്പോൾ അതിനാൽ പേർഷ്യൻ ഗൾഫിലേക്കുള്ള വഴിയിലെ പ്രധാന സ്ഥലമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഇറാനുമായി ഒരു ടോൾ സമ്പ്രദായം ഏർപ്പെടുത്തുവാൻ ഒമാൻ സമ്മതിക്കുന്നത് അതിൽ അതിശയിക്കാനില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള ആധിപത്യം പുലർത്താമെന്ന അമേരിക്കയുടെ വ്യാമോഹങ്ങൾക്കാണ് അറബ് രാജ്യങ്ങളുടെ ഇത്തരം സ്വതന്ത്രമായിട്ടുള്ള നയതന്ത്ര തീരുമാനങ്ങൾ തിരിച്ചടിയാകുന്നത്. അതായത് ഒമാൻ കൂടി ഇറാന്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ടോൾ സമ്പ്രദായത്തിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് ഒമാന്റെ ഭാഗത്ത് നിന്ന് കൂടി ഉണ്ടാകുന്നതെങ്കിൽ അമേരിക്കയുടെ സ്വപ്നങ്ങൾ അവിടെ തകരുമെന്നാണ് പറയുന്നത്. അതായത് അമേരിക്കയുടെ വ്യാമോഹങ്ങൾക്കാണ് അറബ് രാജ്യങ്ങളിൽ ഇത്തരം സ്വതന്ത്രമായിട്ടുള്ള നയതന്ത്ര തീരുമാനങ്ങൾ തിരിച്ചടിയാകുന്നത്. അമേരിക്ക പറയുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുവാൻ തങ്ങൾ തയ്യാറല്ല എന്ന സന്ദേശമാണ് ഒമാൻ ഇതിലൂടെ നൽകുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്താൻ സൈനിക താവളങ്ങൾ അത്യാവശ്യമാണ് എന്ന് അമേരിക്ക വാദിക്കുമ്പോഴും അത് ആഗോളതലത്തിൽ തങ്ങളുടെ തകർച്ച മറച്ചുവെക്കുവാനുള്ള ഒരു തന്ത്രം മാത്രമാണ് എന്ന് പറയുമ്പോഴും ഇറാനെ ഭയപ്പെടുത്തിയും അറബ് രാജ്യങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ചും ഭരണം നടത്തുക എന്ന അമേരിക്കൻ ശൈലി ഇനി മിഡിൽ ഈസ്റ്റിൽ വിലപ്പോവില്ല എന്നാണ് പുതിയ സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നതും അറബ് രാജ്യങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അസ്തമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ വരും നാളുകളിൽ വെറും അപ്രസക്തമായ നിർമ്മിതികളായി മാറാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നതാണ്. ഇവിടെയാണ് ഇറാൻ തിരിച്ചടിക്കുന്നതും അമേരിക്ക ചാരമാകുന്നതും വാഷിംഗ്ടണിലേക്ക് ഇറാന്റെ ഡ്രോണുകൾ ഇടിച്ചു കയറുന്നതും. അപ്പോൾ ഈ യുദ്ധത്തിന് പരിസമാപ്തി എന്ന് പറയപ്പെടുന്നത് ഉടനുണ്ടാകില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.